വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 26 192 197 വരെയുള്ള സൂക്തങ്ങൾ. അതായത് ഈ ഖുർആൻ സർവ്വലോക രക്ഷിതാവ് അവതരിപ്പിച്ചതാണ്. പരിശുദ്ധാത്മാവ് അഥവാ ഗബ്രിയേൽ എന്ന മാലാഖ മുഖേനയാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. നിൻ്റെ ഹൃദയത്തിൽ നീ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. സുവ്യക്തമായ അറബി ഭാഷയിലാണ് ഇത്. പൂർവ്വവേദങ്ങളിലും ഇതുണ്ട്. ഇസ്രായേലി പണ്ഡിതന്മാർക്ക് ഇതൊക്കെ അറിവുള്ളതാണ് എന്നത് തന്നെ ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമല്ലേ. ദൈവനിഷേധികളും പ്രവാചക ധിക്കാരികളുമായിരുന്ന ചില മുൻകാല സമൂഹങ്ങളുടെ ചരിത്രങ്ങൾ, അവരെ ഒന്നടങ്കം നശിപ്പിച്ച ആ ചരിത്രങ്ങളൊക്കെ സംക്ഷിപ്തമായി വിവരിച്ചതിന് ശേഷം വിശുദ്ധ ഖുർആനെക്കുറിച്ച് പരാമർശിക്കുകയാണ് ഈ സൂക്തങ്ങളിലൂടെ. ഈ ഖുർആൻ അവതരിപ്പിച്ചത് ഇതിനു മുമ്പുള്ള വേദങ്ങളൊക്കെ അവതരിപ്പിച്ച ലോകരക്ഷിതാവായ ആ ഏകദൈവം തന്നെയാണ്. ഗബ്രിയേൽ മാലാഖ മുഖേനയാണ് പ്രവാചകൻ നബി തിരുമേനിയുടെ ഹൃദയത്തിലേക്ക് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ മാലാഖ തികച്ചും വിശ്വസ്തനാണ്. ദൈവിക വചനങ്ങളിൽ യാതൊരു കൃത്രിമവും കാണിക്കാതെ, ഒരു വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ വളരെ സുരക്ഷിതമായിട്ടാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അറബി ഭാഷയിലാണ് ഈ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. അക്കാലത്ത് ലോകരാഷ്ട്രങ്ങളുമായി ബന്ധപ്പെടുവാൻ ഏറ്റവും യോജിച്ച ഭാഷ അറബിയായിരുന്നു. വാണിജ്യ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ടിരുന്ന അറബികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും അവരുടെ കച്ചവടത്തിരക്കരോടൊപ്പം തന്നെ അറബി ഭാഷയും പ്രചരിപ്പിച്ചു. ഇന്ന് 28 രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ് അറബി. 422 മില്യൺ ജനങ്ങളുടെ ഔദ്യോഗിക ഭാഷ. UNOയുടെ 6 ഔദ്യോഗിക ഭാഷകളിലൊന്നാണ് അറബി. ഫ്രഞ്ച്, ഇംഗ്ലീഷ്, റഷ്യൻ, ചൈനീസ്, സ്പാനിഷ് എന്നിവയാണ് മറ്റു ഭാഷകൾ. വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ അവതീർണമായതോടെ അതിൻ്റെ സുവർണ കാലഘട്ടം ആരംഭിച്ചു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിശുദ്ധ ഖുർആനും അതോടൊപ്പം അറബി ഭാഷയും പ്രചരിച്ചു. രസതന്ത്രം, വൈദ്യശാസ്ത്രം, ഗോളശാസ്ത്രം, തത്വചിന്ത, ഗണിതം, ചരിത്രം, സംഗീതം, കൃഷി, ഭൗതികശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ അനേകം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ ഈ അറബി ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. മധ്യയുഗത്തിൽ അന്ധകാരത്തിലാണ്ടുകിടന്നിരുന്ന യൂറോപ്പ് തങ്ങളുടെ വൈജ്ഞാനിക സാംസ്കാരിക പുരോഗതിക്ക് ആധാരമാക്കിയത് അറബി ഭാഷയും സംസ്കാരവും തന്നെയായിരുന്നു. ഗണിതശാസ്ത്രത്തിലും ആധുനിക ഒപ്റ്റിക്സിൻ്റെ സ്ഥാപകരിലൊരാളുമായ ഹസൻ ബിൻ ഹൈസം, ഉമർ ഖയ്യാം, അൽ ബത്താനി, വൈദ്യശാസ്ത്രങ്ങളിൽ പ്രമുഖനായിരുന്ന അർ-റാസി, അവിസന്ന എന്ന് പാശ്ചാത്യർ വിളിക്കുന്ന ഇബ്നു സീന, അൽ സഹ്റാവി, രസതന്ത്രത്തിൽ അഗ്രഗണ്യനായിരുന്ന ജാബിർ ബിൻ ഹയ്യാൻ തുടങ്ങി നൂറുകണക്കിൽ അല്ലെങ്കിൽ ആയിരക്കണക്കിൽ ശാസ്ത്രജ്ഞന്മാർ അറബികളായിരുന്നു എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യം തന്നെയാണ്. ആധുനിക ശാസ്ത്രത്തിന് അടിത്തറ പാകിയവരായിരുന്നു അവരൊക്കെയും. അവർക്ക് പ്രചോദനം ലഭിച്ചതാകട്ടെ ഈ വിശുദ്ധ ഖുർആനിലൂടെയും.